ഇഡലിക്കും ദോശയ്ക്കും പറ്റിയ അടിപൊളി തക്കാളി ചട്നി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 3-4 ചോപ്പ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള നമുക്ക് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ 2-3 തക്കാളിയും കൂടെ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴണ്ടുമായിട്ട് നമുക്ക് ഇടയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറന്നുകൊണ്ട. നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിൻ്റെ കൂടെ 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. ഒട്ടും മടി കാണിക്കേണ്ട, നല്ല രീതിയിൽ വഴണ്ട് വരട്ടെ. നന്നായിട്ട് വഴറ്റിയെടുത്തൊന്ന് ചൂടാറി കഴിയുമ്പോഴത്തേനും നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. വീണ്ടും നമുക്കൊരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കടുകും കുറച്ച് ഉഴുന്നും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി കളർ ചേഞ്ച് ആയി വരുമ്പോഴത്തേനും കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള മിക്സും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി ചട്നിയുടെ റെഡിയാണ്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ.